മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും പരിവാരങ്ങളും ചില മാധ്യമങ്ങളും ചേർന്ന് 36 ദിവസം ഊതിവീർപ്പിച്ച ബലൂൺ അവസാനം പൊട്ടിയിരിക്കുന്നു. തികച്ചും രാഷ്ട്രീയമായ ലക്ഷ്യത്തോടെ വടക്ക് നിന്ന് തെക്കോട്ട് 140 നിയോജക മണ്ഡലങ്ങളിലൂടെയും ആഡംബര വാഹനത്തിലൂടെ സഞ്ചരിച്ച് നടത്തിയ നവകേരള സദസ്സ് അവസാനിച്ചത് ഗുണപരമായി യാതൊരു നേട്ടവും കൈവരിക്കാതെയാണ്. നാടിന്റെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നവും ഈ യാത്ര പരിഹരിച്ചിട്ടില്ല. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയും ചെയ്തു. ജനങ്ങളെ നേരിൽ കണ്ട അവരുടെ പ്രശ്നങ്ങളും പരാതികളും മനസ്സിലാക്കി പരിഹരിക്കുമെന്നായിരുന്നു നവകേരള സദസ്സിന്റെ അവകാശവാദം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് 1 മാസത്തിലേറെക്കാലം അടച്ചിട്ടുകൊണ്ട് ഇങ്ങനെയൊരു പരിപാടി ആവശ്യമില്ലായിരുന്നു. താഴെത്തട്ടിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കളക്ടറേറ്റുകളും പഞ്ചായത്തുകളും വില്ലേജ് താലൂക്ക് ഓഫീസുകളും ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളും ആയിരക്കണക്കിന് ജീവനക്കാരുമുണ്ട്. എല്ലാം ഓൺലൈനായി മാറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് 100 കണക്കിന് അക്ഷയ കേന്ദ്രങ്ങളുമുണ്ട്. സംസ്ഥാനത്ത് ഏത് ജില്ലയിലെ ഏത് ഗ്രാമത്തിലുള്ളവർക്കും ഇവയുമൊക്കെ സേവനം ലഭ്യമാണ്. ഇത്തരമൊരു സാഹചര്യവും സൗകര്യവും ഉണ്ടായിരിക്കെ ജനകീയ മന്ത്രിസഭ ജനങ്ങളിലേക്ക് എന്ന ഒരു മുദ്രാവാക്യവുമായി നവകേരള സദസ്സ് സംഘടിപ്പിച്ചത് തീർത്തും അനാവശ്യമായിരുന്നു. ജനോപകാരപ്രദമായി ചിലവഴിക്കാവുന്ന കോടിക്കണക്കിന് രൂപയുടെ നികുതി പണമാണ് ഇതിന്റെ പേരിൽ നിരുത്തരവാദപരമായി ദൂർത്തടിച്ചത്. മന്ത്രിമാരെ സ്വന്തം ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള പരിപാടിയായിരുന്നു ഒരർത്ഥത്തിൽ നവകേരള സദസ്സ്. നാട്ടുകാരുടെ പരാതികൾ മന്ത്രിമാർ നേരിട്ട് സ്വീകരിക്കില്ല എന്ന് തുടക്കം തന്നെ വ്യക്തമാക്കിയിരുന്നു. അത് ഉദ്യോഗസ്ഥരുടെ ചുമതലയായി തീരുമാനിക്കപ്പെട്ടു. എല്ലാം ശരിയാക്കാമെന്ന വാഗ്ദാനവുമായി അധികാരത്തിൽ വന്ന 7 വർഷമായിട്ടും ഒന്നും പരിഹരിക്കാത്തതിന്റെ അമർഷവും രോഷവും ഒക്കെ ഉള്ളിലൊതുക്കി കഴിയുന്ന ജനങ്ങളിൽ നിന്ന് മന്ത്രിമാർ നേരിട്ട് അപേക്ഷ സ്വീകരിക്കുന്നത് സുരക്ഷിതമായിരിക്കില്ല എന്നറിയാവുന്നത് കൊണ്ടാണ് അത് ഒഴിവാക്കിയത്. പ്രകോപിതരായാൽ ജനങ്ങൾ എങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്ന് പറയാനാവില്ലല്ലോ. ഡസൻ കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയിൽ സർവ്വസന്നാഹങ്ങളോടെയും യാത്ര ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർന്ന പ്രതിഷേധം കണ്ടതാണല്ലോ. അപ്പോൾ നേരിട്ട് അപേക്ഷ സ്വീകരിക്കാൻ നിന്നാൽ മന്ത്രിമാരുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് ആർക്കും ഊഹിക്കാവുന്നതേയുള്ളൂ. നവകേരള സദസ്സിൽ ഉപയോഗിച്ച ആഡംബര ബസ് യാത്ര അവസാനിച്ച ശേഷം പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റിയതുപോലും ജനങ്ങളെ ഭയന്നാണ്. ജനവിരുദ്ധതയുടെയും ധൂർത്തിന്റെയും പ്രതീകമായി ഈ വാഹനത്തോട് പോലും ജനങ്ങൾ സഹിച്ചു എന്ന് വരില്ല. യാത്രയ്ക്ക് ശേഷം ഈ ബസ് മ്യൂസിയത്തിലേക്ക് മാറ്റുമെന്നും അത് കാണാൻ ആയിരങ്ങളെത്തുമെന്നും മറ്റുമുള്ള CPM നേതാക്കളുടെ അവകാശവാദങ്ങൾ സമൂഹം വലിയ അമർഷത്തോടെയാണ് കേട്ടത്. നവകേരള സദസ്സിന്റെ ഭാഗമായതും ഇപ്പോൾ ഔദ്യോഗിക വാഹനങ്ങളിലേക്ക് മാറിയതിലെയും മന്ത്രിമാരിൽ ഒരു ഭാവഭേദവും ഉണ്ടാക്കാനിടയില്ല. അവരുടെ ആഡംബര ജീവിതം പിന്നെയും തുടരുകയാണല്ലോ. ആസ്വദിക്കാൻ 3 വർഷം കൂടി ഇനിയുമുണ്ട്. നവകേരള സദസ്സ് നടന്ന ദിവസങ്ങൾ അത്രയും വിവാദങ്ങളും ഉണ്ടാക്കുകയും അക്രമങ്ങളുടെ പരമ്പര സൃഷ്ടിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ അടിച്ചമർത്തുകയുമാണ് പിണറായി സർക്കാർ ചെയ്തത്. ചുരുക്കത്തിൽ നികുതിപ്പണം ഉപയോഗിച്ച് വലിയൊരു പുകമറ സൃഷ്ടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമമാണ് നവകേരള സദസ്സിലൂടെ നടത്തിയത്. എന്നാൽ അത് വലിയ തോതിൽ പിണറായി സർക്കാരിന് തന്നെ തിരിച്ചടിയായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.